ഞാന് 2022 മണി ക്ലബ്ബിൽ ജോയിൻ ചെയ്തത്. ആ സമയത്ത് തന്നെ മീറ്റിംഗില് വൃദ്ധീനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നടക്കുന്ന ഒരു ചിറ്റ് ഫണ്ട്, പൂളിംഗ് എമൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോ മാസം ചെറുതാണെന്നുണ്ടെങ്കിലും സേവ് ചെയ്ത് വെക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ആഹ്, സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പോരാത്തതിന് വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പ്രോമിസിങ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഇതേപോലെ റീസെന്റ് ആയിട്ട് ഞാനിപ്പോ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു എമൗണ്ട്. ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്ന കാരണം ഞാൻ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു എമൗണ്ട് എനിക്ക് വിത്ഡ്രോ ചെയ്ത കാരണം വേണ്ട രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ എമർജൻസി വന്ന സമയത്തായിരുന്നു ഞാൻ കഴിഞ്ഞ വട്ടം റീസെന്റ് ആയിട്ട് ഞാൻ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ പല കാര്യങ്ങൾ ഇപ്പൊ മാരേജിന് വേണ്ടിയിട്ട് എടുക്കുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിത്ഡ്രോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമുക്ക് വേണ്ട സമയത്ത് തന്നെ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോ എനിക്കറിയുന്നുണ്ടായിരുന്നു. നമുക്കൊരു എമർജൻസി വരുന്ന സമയത്താണ് ഈ ക്യാഷ് വിത്ഡ്രോ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കമ്പനിയിൽ കയറിയ സമയത്തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിലൂടെ. അപ്പോ അതുപോലെ എനിക്കൊരു എമർജൻസി ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്ക് ഒരു എമൗണ്ട് വിത്ഡ്രോ ചെയ്തതില് ആ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയി എനിക്ക് 16 ഐറ്റംസ് ഫുള്ളായിട്ട് അറിയില്ല. അതില് കൂടുതലായിട്ട് ആഡ് ചെയ്യണോന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഉം, ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷെ ഇതുവരെ ഞാൻ ചിന്തിക്കാത്ത കാരണം എനിക്ക് കിട്ടുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഗ്രാൻഡ്മാക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്ന സമയത്തായിരുന്നു എനിക്ക് ഒരു എമൗണ്ട് വിത്ഡ്രോ ചെയ്യേണ്ട അത്യാവശ്യം വന്നതാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് ക്യാഷ് കിട്ടാൻ ഈ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാമിലീനാണെന്നുണ്ടെങ്കിലും ഫാമിലിയെ കുറിച്ചാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡുമാണ് വൃത്തിയെ വെച്ച്. എനിക്ക് അതായത് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ പോവായിരുന്നു. അതുപോലെ തന്നെ കൂട്ടുകാരുടെ നിന്ന് വാങ്ങായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് എളുപ്പമായിട്ട് കിട്ടുന്നത് വൃദ്ധി ആപ്പിലൂടെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ അതിൻ്റെതായ ഇൻട്രസ്റ്റ് ആ കാര്യങ്ങള് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത് വൃദ്ധി യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ആ സമയത്ത് എനിക്ക് തോന്നിയത്. പിന്നെ എമർജൻസി ആയ ഒരു സിറ്റുവേഷൻ ആയ കാരണം എനിക്ക് അധികം സമയം കളയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. വൃദ്ധ ആപ്പിലൂടെ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ചെയ്തു. ഏഹ്, ഞാൻ റിക്വസ്റ്റ് ചെയ്ത ആ മാസം തന്നെ എനിക്ക് ക്യാഷ് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ പേഴ്സണൽ ലോണിനോ തേടി പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. വൃദ്ധി ആപ്പ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് ഓട്ടോ ഡെബിറ്റ് ആണല്ലോ. അതുകൊണ്ട് എനിക്ക് അതിൽ കയറി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് ആയ കാരണം പ്രത്യേകിച്ച് എനിക്ക് എന്റെ ക്യാഷ് നഷ്ടപ്പെടുവോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രോഡ് പരിപാടികൾ നടക്കുമോ എന്നുള്ളൊരു പേടിയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വൃദ്ധിയിൽ എനിക്ക് എപ്പോഴും കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം നടക്കുന്നത് എങ്ങനെയാണ് അതില് ആ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ അതിൽ യൂട്ടിലൈസ് ചെയ്യാന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രമേ ഒരു സമയത്ത് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ക്യാഷ് അവിടെ ഇട്ട ക്യാഷ് നഷ്ടപ്പെടുവോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിലേ നമ്മൾ കയറേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് അധികം കൂടുതൽ കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്കൊന്നും കൂടി ബാങ്ക് ലോൺ ഞാൻ തീരെ പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ സാലറി അഡ്വാൻസ് അതിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരാത്ത കാരണം അത് ഓക്കെയാണ്. പക്ഷെ വൃത്തിയിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേവിങ് മെന്റാലിറ്റി നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പോരാത്തതിന് ചെറിയൊരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് മാസം ഡെബിറ്റ് ആവുന്നുണ്ടെങ്കിലും അതൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുമ്പോൾ ആ ഒരു എമൗണ്ട് എല്ലാം കൂടി ഒരു സമ്മായിട്ടുള്ള ഒരു എമൗണ്ട് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സേവിങ് മെന്റാലിറ്റി പ്ലസ് നമ്മുടെ ഒരു
അത്യാവശ്യ ഘട്ടങ്ങളില് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് എന്ന് വെച്ച് ചിന്തിക്കുമ്പോൾ വൃദ്ധിയാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ കമ്പനിയിൽ ജോയിൻ ചെയ്തത് 2022-ലാണ്. എന്റെ ഫസ്റ്റ് കമ്പനിയാണത്. അതുകൊണ്ട് വലിയ സേവിങ് മെന്റാലിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്റെ സാലറിന്നൊരു ചെറിയ എമൗണ്ട് ആണ് മാസാമാസം ഡെബിറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് വളരെ അത്യാവശ്യം വന്നൊരു സമയം ഉണ്ടായിരുന്നു. എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി, എനിക്കല്ല, എൻ്റെ ഒരു ഫാമിലി ഒരു മെമ്പറിന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്ന സമയത്ത് എനിക്ക് ബാങ്ക് ലോണോ കാര്യങ്ങളോ ഒന്നും, അതിന് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആവശ്യമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാന്നുള്ളൊരു മാർഗം അത് ത്രൂ വൃത്തിയായിരുന്നു. അതിൽ എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മാസം മാസം കൊടുക്കുന്ന ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും അതിൻ്റെ ഏകദേശം 10 ഇരട്ടിയോളം എമൗണ്ട് ആണ് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ, ഒരു EMI റീപേയ്മെന്റ് അങ്ങനെ ഒരു കാര്യമില്ലാതെ, ഒരു ഹിഡൻ ചാർജസും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് അപ്രൂവ് ആയി കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ എംപ്ലോയീസും ഇപ്പോൾ മാസം മാസം നമ്മളിൽ നിന്ന് പോകുന്ന ചെറിയ എമൗണ്ട് ആയിരിക്കാം, പക്ഷെ അതൊരു ഒരു സമയത്ത് ഒരു സേവിങ് ആയിട്ട് നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് അത് ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ. അത് വേണ്ട രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എംപ്ലോയീസിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഈ ഒരു എമൗണ്ട് ആ സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി ആ സമയത്ത് എനിക്ക് പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറൊരാളുടെ മുന്നിൽ പോയിട്ട് ക്യാഷ് കടം വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ എംപ്ലോയീസിനും ഇത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഒരു സേവിങ് മെന്റാലിറ്റി വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ആവശ്യ ഘട്ടത്തിൽ ചെറിയ എമൗണ്ട് ആണ് നമ്മുടെ മാസം പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ആ ഒരു സമയത്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് യാതൊരു ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അത് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്.